അപ്പതേ ഉത്രാട ദിവസം രാവിലത്തെ വീഡിയാണ്. അപ്പൊ നമ്മള് ഓണത്തിന്റെ തൊടുകറികളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അമ്മ. അപ്പൊ എനിക്ക് വേറെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ബാക്കി ചോറും കറി കാപ്പിക്ക് ഉണ്ടാക്കണമല്ലോ അന്ന് നമുക്ക് കഴിക്കാൻ. അതിന്റെ പരിപാടിയിലാണ് അമ്മ. ഇപ്പൊ രാവിലെ തന്നെ അരിയിലും പറക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയാലേ വൈകിട്ടാകുമ്പോൾ തീരത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്റെ പണി ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ കുളിപ്പിക്കല് അങ്ങനെയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇഞ്ചി ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണ്. ഇഞ്ചി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിക്കറിക്കുള്ളത്. അതപ്പോൾ ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണ്. കൂട്ടത്തിൽ പിള്ളേരും കൂടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ ഞാൻ തുടച്ചിട്ടതാണ് സത്യം പറഞ്ഞാൽ എല്ലാം റൂമും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ വന്നിട്ട് ബേസിനകത്ത് വെള്ളത്തിലൊക്കെ കൈയിട്ട് അവിടെ മൊത്തവും ചെളിയാക്കി. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു രാവിലെ തുടയ്ക്കണ്ടായിരുന്നു, പിള്ളേർ മൊത്തവും കൊളാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ അതേണ്ട വറുക്കാനായിട്ട് അരിയുന്നുണ്ട്. തമ്പുരു വന്ന് കൈയിട്ട് നമ്മ വഴക്ക് പറഞ്ഞു കേട്ടോ. അതിനാണ് തമ്പുരു ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പം കായ്ക്കുള്ളത് അരിഞ്ഞിട്ടുണ്ട്. അമ്മതേന്റെ അച്ചാറും അതിനിടയിൽ ഇട്ടിട്ടുണ്ട്, മാങ്ങാച്ചാറ്. ഞാൻ ഷോർട്സ് ആയിട്ട് കറികളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് വലുതായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചിപ്സ് താണ്ട് വറുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും വറുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര വരട്ടി മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങും. ചിപ്സ് നമ്മൾ എല്ലാ പ്രാവശ്യവും മേടിച്ച് വീട്ടിൽ തന്നെ വറുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം മാത്രം വെളിയിൽ വരുന്ന ഒരു ചട്ടിയാണ് ഇത്. പിന്നെ നമ്മൾ എടുക്കുന്നത് വൈകിട്ടത്തെ വീഡിയോ ആണ്. അതായത് രാവിലത്തെ പരിപാടി അച്ചാറിടല്, അങ്ങനെയുള്ള ഇഞ്ചിക്കറിയും പച്ചടിയും മാങ്ങയും നാരങ്ങയും അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് പുറത്തെവിടെയോ പോകണമായിരുന്നു കേട്ടോ, എവിടെയോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പൊ അമ്മ ഉച്ച കഴിഞ്ഞ് അമ്മ വന്നിട്ട് ഞാനും തമ്പുരും കൂടെ പിന്നെ തയ്യക്കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തയ്ച്ചതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. കാരണം നമ്മൾക്ക് തലേന്ന് നല്ല പരിപാടി ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ചോറിന്റെ പാത്രവും കലവും കഞ്ഞിയുടെ വെള്ളത്തിന്റെ ഇല്ല കുടിവെള്ളത്തിന്റെ കലവും അങ്ങനെ അടുക്കളയിലുള്ള എല്ലാ സർവ്വപാത്രങ്ങളും കഴുകിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെക്കുന്ന നമ്മുടെ പാതകയില്ലേ, ആ അടുപ്പിന്റെ അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് ഞാൻ എല്ലാം ഒന്ന് കഴുകി മാറ്റുന്നുണ്ട്. നമ്മൾ തിരുവോണത്തലേന്ന് അങ്ങനെയാണല്ലോ, തൂത്തുവാരി തുടച്ച് എല്ലാം വൃത്തിയാക്കി ഇടും. പിന്നെ നമ്മൾ തിരുവോണത്തിന് സദ്യ കൊണ്ട് ശേഷം അല്ലെ തൂപ്പും വാരും ഒക്കെ ഉള്ളൂ. രാവിലെ നമ്മൾ തിരുവോണത്തിന്റെ അന്ന് തൂക്കിയ വാരിയൊന്നും ഇല്ല കേട്ടോ. എല്ലായിടത്തും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെയും എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ അങ്ങനെ തന്നെയാണ്. എൻ്റെ അറിവിൽ മിക്കയിടത്തും അങ്ങനെയാണ്. തിരുവോണത്തിന്റെ അന്ന് നമ്മൾ രാവിലെ തൂക്കലൊന്നുമില്ല. നമ്മൾ തലേന്ന് എല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയിടും. അപ്പൊ അതേ പാതകമൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ചാരമൊക്കെ അടുപ്പിൽ നിന്ന് കോരിയിട്ടുണ്ട് കേട്ടോ. തിരുവോണത്തിന്റെ നമ്മൾ രാവിലെ അങ്ങനെ ചാരം കോരലും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തുടങ്ങുക എന്നാണ് തിരുവോണത്തിന്, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പൊ അതേ തുടച്ച് വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ഛനുള്ള കഞ്ഞിയാണ് കുക്കറിൽ ഇരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം ചോറ് വെച്ചിട്ട് അച്ഛന് ചൂട് കഞ്ഞി വെച്ചിട്ടുണ്ട്. അതും മാറ്റി ഞാൻ അവിടുത്തെ കുക്കർ വെച്ചിട്ട് വെള്ളം കുറേയൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു, അത് തെറിച്ചിട്ട്. അപ്പൊ അതിന്റെ അടിയിലെല്ലാം ഒന്ന് ഗ്യാസ് വെക്കുന്നതിന്റെ ആ പലകയെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്തു. പിന്നെ ഗ്യാസ് അടുപ്പും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തുടച്ചെടുത്തിട്ട് എനിക്കൊരു തൃപ്തി പോരാഞ്ഞിട്ട് പിന്നെ ഞാൻ സോപ്പിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഉരച്ച് കഴുകി എടുക്കുന്നുണ്ട്. കാരണം ഈ രാവിലെ ഈ കറിയൊക്കെ ഉണ്ടാക്കി എന്റെ എണ്ണമെഴുക്കൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല, അതിങ്ങനെ മങ്ങിക്കിടക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ എല്ലാം ഗ്യാസിന്റെ സൈഡെല്ലാം ഒന്ന് തുടച്ച് സോപ്പിന് തുടച്ച് വൃത്തിയാക്കി ഇട്ടെടുത്തു. എന്നിട്ട് നന്നായിട്ട് തുണിയുണ്ടല്ലോ മുക്കി പിഴിഞ്ഞ് എടുത്ത് വെളിയിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ഊരിയൊക്കെ കഴുകാം. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഞാൻ അധികം മെനക്കെട്ടില്ല. തുണി ഊരി പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ മാറി നന്നായിട്ട് ഊരി പിഴിഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ അതിന്റെ ഗ്യാസിന്റെ പുറത്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അടുപ്പിന്റെ ആ സംഭവങ്ങളും നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുക്കളയിലെ കഴുകലും പറക്കലും ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവോണത്തിന് അന്ന് രാവിലത്തെ കാപ്പിപ്പണി ഉണ്ടല്ലോ, അത് ചെയ്തു വെക്കണമായിരുന്നു. അതിന് നമ്മൾ അപ്പവും കടല ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, പാലപ്പവും കടലക്കറിയും കേട്ടോ. അപ്പൊ അരി ഞാൻ ഉച്ചക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാരയും തേങ്ങയും ഈസ്റ്റും എല്ലാം ഇട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അരച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പം അടുത്ത പണി അതാണ്. നമ്മുടെ അവിടം വരെയുള്ള ഭാഗം ഞാൻ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണിക്ക് പോയി. പിന്നെ അവിടെ അരച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അവിടെയും കൂടെ തുടയ്ക്കണമല്ലോ. അപ്പൊ ഞാൻ എന്താണ്ട് പാലപ്പത്തിന് വേണ്ടിയിട്ട് അരയ്ക്കുകയാണ്. അമ്മ അവിടെ മുറ്റത്താണ്, കാരണം മുറ്റമൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്, മുറ്റം തൂക്കലും ഒക്കെയാണ്. അപ്പൊ ഒരു 8:30 ആയിട്ടുണ്ടാവും രാത്രി. അപ്പൊ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയും പിന്നെ അത്തപ്പൂക്കളത്തിന്റെ പൂക്കളൊക്കെ വാരി ഒന്ന് കളയണമായിരുന്നു. അതൊക്കെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. പിള്ളേരുമായിട്ടപ്പം അമ്മ അങ്ങ് വെളിയിലോട്ട് പോയി. അപ്പം ഞാൻ മാവിനുള്ളതെല്ലാം അരച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അടുക്കളയിലെ പണിയെല്ലാം ഏകദേശം
കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തൂത്തുവാരണമായിരുന്നു. എല്ലാ റൂമും തൂത്തുവാരി തുടച്ചിടണമല്ലോ. രാവിലെ റൂമൊക്കെ തൂത്തത് കൊണ്ട് റൂമൊന്നും രാത്രി തുടയ്ക്കേണ്ടി വന്നില്ല. നമ്മൾ ഹോളും അടുക്കളയും ഫ്രണ്ടും വർക്ക് ഏരിയ മാത്രം തുടച്ചെടുത്തു. അപ്പം ദേ എല്ലാ മുറിയിൽ നിന്നും തൂത്തുവാരി എടുക്കുകയാണ്. ഇടയ്ക്ക് തമ്പൂരി ഇങ്ങോട്ട് അകത്തോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തമ്പൂ വെളിയിലിരണം, കാരണം തുടച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കണ്ടല്ലോ. എന്തായാലും അച്ഛൻ വരുമ്പോഴത്തേക്ക് 10 മണിയാവും, കാരണം ഓണം തലേന്നായതുകൊണ്ട് ഓട്ടോ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇച്ചിരി താമസിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വേണ്ടേ ഞാൻ തൂത്തുവാരി ഇട്ടിട്ടുണ്ട്. അമ്മ അപ്പത്തേക്ക് അതിന്റെ ബാക്കി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മ തൂത്ത സ്ഥലത്തോട്ടാണ് അകത്തതും കൂടെ തൂത്തിട്ടത് കേട്ടോ. അപ്പം അമ്മ വീണ്ടും വന്നത് തൂത്തുവാരി എടുത്തു. ആ സമയത്ത് ഞാൻ പിന്നെ തുടച്ചു കേട്ടോ. അടുക്കളയൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു, അവിടുത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നല്ല വെള്ളം വീണ് കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് തുടച്ച് 2-3 പ്രാവശ്യം തുടച്ചിട്ട് ആണ് ഞാൻ ഇങ്ങോട്ട് ഹോളിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ അവിടെയും തുടച്ചെടുത്തു. അപ്പൊ അമ്മ നാട്ടെ മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു മുണ്ട് കൈയിടാൻ ഉണ്ടായിരുന്നു, കാരണം ഏട്ടൻ പുതിയ മുണ്ട് വാങ്ങി കഴിഞ്ഞാൽ അതേപടി ഉടുക്കില്ല കേട്ടോ. അപ്പം അതൊന്ന് കഴുകി നനച്ച് ഉണക്കിയ ശേഷം മാത്രമേ ഏട്ടൻ അത് ഉടുക്കാറുള്ളൂ. അപ്പൊ തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഉടുക്കാറുള്ളതല്ലേ. അപ്പൊ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നനച്ചിട്ടേക്കാം, ചുമ്മാ ഒന്ന് നനച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുപ്പിഴിഞ്ഞിട്ട് ഒന്ന് ഉണക്കി എടുക്കാനായിട്ട്. അപ്പൊ ഞാനത് രാത്രി തന്നെ എന്നാ മുക്കിയിട്ടേക്കാം, അപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഉണങ്ങി കിട്ടൂല. അപ്പൊ ഞാൻ അതൊന്ന് ആക്കിയിടുകയായിരുന്നു. പിള്ളേര് വേണ്ട ഊഞ്ഞാലാട്ടവും അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രാവിലെ തൊട്ട് കസേര കളിക്കാനായിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ തൊട്ട് അതിന് ഇൻട്രസ്റ്റ് കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛമ്മയും മോളും ആദ്യം കളിച്ചു. അപ്പൊ ദേവൂട്ടൻ അവിടെ ഇരുന്ന് പാട്ടിന് പകരം പാത്രം ഇട്ട് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യത്തെ റൗണ്ട് എനിക്ക് തോന്നുന്നു അമ്മയാന്ന് തോന്നുന്നു ജയിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ റൗണ്ട് അല്ല തമ്പു കേട്ടോ ജയിച്ചു, തമ്പു ജയിച്ചു. പിന്നെ അവര് കുറെ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ കുറച്ച് രംഗം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്ത റൗണ്ട് അച്ഛമ്മയും ദേവൂട്ടനും കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ തമ്പുര് പോയിരുന്നു പാത്രം കൊട്ടാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് സത്യം പറയാൻ അമ്മ പറയും എനിക്ക് തല ഇറങ്ങുന്നുണ്ട്, ഞാൻ ഇപ്പൊ വീഴുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്നാലും പിള്ളേരുടെ സന്തോഷമല്ലേ, അതങ്ങനെ കുറെ നേരം കളിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ആന്റി അവിടെ മതിലിലെടുത്ത് നിൽപ്പുണ്ട് കേട്ടോ, ഇതെല്ലാം കണ്ടോട്ടെ. അപ്പോ ഞങ്ങൾ വേണ്ട, ഞാൻ പിന്നെ അകത്തേക്ക് വന്നു, കുറച്ച് കറികൾ ഇട്ടുണ്ടല്ലോ. അപ്പൊ മാങ്ങാച്ചാറും ഇഞ്ചിയൊക്കെ ഇട്ടത് നിങ്ങളെ കാണിക്കുകയായിരുന്നു കേട്ടോ. മാങ്ങാച്ചാറ്, ഇതും മറ്റേ മഞ്ഞ നാരങ്ങ, പിന്നെ ഇഞ്ചിക്കറി, പിന്നെ നമ്മൾ കാ വറുത്തിട്ടുണ്ടായിരുന്നു, പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. കാ വറുത്തത് നമ്മൾ കുറച്ചേ വറുത്തിട്ടുള്ളൂ, ഒത്തിരി ഒന്നും വറുത്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കറമുറാന്ന് കിട്ടി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കായും നമ്മൾ വീട്ടിൽ വറുത്തപ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് കടയിലെ അല്ല വീട്ടിലെയാ നല്ലത് കേട്ടോ. അപ്പൊ അതേ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു, അടുക്കള എല്ലാം വൃത്തിയായി ഒതുക്കിയിട്ടിട്ടുണ്ട്. മാവൊക്കെ ഞാൻ താണ്ടി ഈ സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മാവും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ ഗ്യാസിലേക്ക് കുടിക്കാനുള്ള കുറച്ച് വെള്ളം ഞാൻ പാത്രത്തിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഡ്രസ്സൊക്കെ തേച്ച് വെക്കണമായിരുന്നു. സമയം അപ്പോഴത്തേക്ക് 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തിരുവോണത്തലേന്ന് നമ്മൾ അങ്ങനെയാണല്ലോ, കിടക്കാൻ തിരിച്ച് ചിലപ്പോൾ 12 മണിയെങ്കിലും ആവും. അപ്പോഴത്തെ ഡ്രസ്സ് എല്ലാം തേച്ച് വെക്കാണ്. പിന്നെ തമ്പുരൂട്ടന്റെയും ഏട്ടന്റെയും പിള്ളേരുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സെറ്റും കൊണ്ടാണ്, അതൊന്ന് പ്ലീറ്റ് പിടിച്ച് വെച്ചിട്ട് വേണം എനിക്ക് തേക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്ലീറ്റ് പിടിച്ച് കറക്റ്റ് അളവിലാക്കി വെക്കുകയാണ്. അതാകുമ്പോൾ രാവിലെ എടുത്ത് ജസ്റ്റ് ഒരു കറക്ക് കുത്തിയാൽ മതിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പിരികെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോകാറില്ല. എന്തെങ്കിലും വിശേഷം വരികയാണെങ്കിൽ, കല്യാണമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വയമേ ചെയ്യുകയാണ്. ഷേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, എൻ്റെത് മാത്രം. പിന്നെ അമ്മയ്ക്കും ഈ പ്രാവശ്യം പോകാൻ പറ്റില്ല. ഓണത്തിനൊക്കെ സത്യം പറഞ്ഞാൽ അമ്മ പോയി ത്രെഡ് ചെയ്യുന്നതാണ്. പിരിക ഇല്ല എന്നാലും അമ്മ പോയി എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം അമ്മയ്ക്ക് അവിടെ പോകാൻ സമയം കിട്ടിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു ഓണമായിട്ടൊന്നും പോയി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മയുടെ പിരികവും കൂടി ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെത് ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട്, പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടായിരുന്നു, ഒരു പപ്പായ ഫേഷ്യൽ കിറ്റ്. അപ്പൊ ഞങ്ങൾ അതും ഒക്കെ ഒന്നിട്ടിട്ട്, ഞങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ വന്നു, പിന്നെ അച്ഛനും കഴിച്ചു, പിള്ളേരും ഒക്കെ കഴിച്ചിട്ട് പിള്ളേരെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, തിരുവോണം ആയിട്ടുണ്ട്. രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോ അമ്മ എന്നോട് തലേന്ന് പറഞ്ഞു, അമ്മ രാവിലെ എഴുന്നേറ്റ് വന്ന് എല്ലാം ചെയ്തോളാം, അരിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മൾ അരിഞ്ഞു വെക്കാഞ്ഞ കേട്ടോ. അതായത് അവിയൽ മാത്രം അരിഞ്ഞാ മതി. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ അമ്മ എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ എന്താ തേങ്ങയൊക്കെ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പിനും തോരന്, അവിയലിന്, പച്ചടിക്കുള്ളതൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ടാസ്ക്. അത് കഴിഞ്ഞിട്ട് തോരനുള്ളതും അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്ക് രാവിലെ അച്ഛൻ കുളിച്ച് അച്ഛന്റെ സ്റ്റാൻഡിലോട്ട് പോവാണ്, ഓണക്കോടിയൊക്കെ ഇട്ടിട്ട്.
അച്ഛനൊന്നും അവിടെ വരെ പോയിട്ട് വരും കേട്ടോ. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് പോയി കുളിച്ചു, പിള്ളേരെയൊക്കെ കുളിപ്പിച്ചു. ഞാൻ ദേ ഒരുങ്ങാൻ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമല്ലോ. അപ്പൊ നമ്മൾ അടുത്തുള്ള പനച്ചിക്കാട് അമ്പലത്തിലാണ് പോകുന്നത്. ഏട്ടൻ വരാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്തപ്പൂക്കൾ ഇടാൻ പൂവൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പൊ ഞാൻ ദേ പിള്ളേരെയൊക്കെ റെഡിയാക്കി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ ഊഞ്ഞാലാടാൻ ഇരുത്തിയിട്ട് ഞങ്ങൾ വേണ്ട അത്തപ്പൂക്കളം ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എനിക്ക് താമസിച്ച് വന്നോണ്ട് എനിക്ക് ഭയങ്കര മടിയുമായിരുന്നു. പിന്നെ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ, ഇടാനൊന്നും പറ്റിയില്ലല്ലോ പറഞ്ഞ ഏട്ടനായിട്ട് വഴക്കം പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഏട്ടൻ തന്നെ തുനിഞ്ഞ് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛനും മോളും കൂടെ അത് കുളമാകുന്ന ലക്ഷ്യം കണ്ടിട്ട് ഞാൻ അങ്ങനെ അകത്തിരുന്ന് പോറുക്കായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു. കാരണം ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ട അത്തപ്പൂ ഇട്ടിട്ട് ഇന്ന് കൊണ്ടുവന്ന് കുളമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വഴക്ക് കുടിച്ചോണ്ട് തന്നെ ഇരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ കേട്ടോ എന്തോ ഇത്രയും നേരം താമസിച്ച് 7 മണിയാകുമ്പോ പൂ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പോഴാണോ കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വരച്ചത് തന്നെ കണ്ടില്ല, ആ വര തന്നെ കണ്ട ഒരു പൂ വരച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ. പിന്നെ ഞാൻ ആ വരയൊന്നും ശ്രദ്ധിച്ചില്ല, എങ്ങനെയൊക്കെയോ ഒന്ന് ആക്കിയിട്ടു. കാരണം പൂ പോലും ഇറുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയും ഞാനും കൂടെ വേണ്ട ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് ഇറങ്ങി കേട്ടോ, സമയം കുറെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി കറികളൊക്കെ അടുപ്പത്ത് കയറ്റിയാൽ മതിയായിരുന്നു. കാരണം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിന് തേങ്ങ ചിരണ്ടി എല്ലാം വെച്ചിരിക്കുകയില്ലേ, അപ്പൊ അതൊക്കെ ചേർത്താൽ മതി. അങ്ങനെ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ താണ്ടെ 4 പേരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ അതേന്റെ അമ്പലം എത്തിയിട്ടുണ്ട്. പനച്ചിക്കാട് അമ്പലത്തിലാണ് വന്നത്. അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പത്തെ തമ്പുരുല്ല തുലാഭാരം തൂക്കുന്നതിന്റെ അതവിടെ കണ്ടിട്ട് അത് കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് കേട്ടോ. അമ്മ ഇതേ തുലാഭാരം നടക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം പിള്ളേർ അവിടെ എഴുതിയൊക്കെ നിന്ന് കേട്ടോ മണലിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിന്റെ വാതിക്ക് തന്നെ കുറച്ച് ഹിന്ദിക്കടയൊക്കെ കാണുമല്ലോ. പിള്ളേരത് കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും ഫുൾ ടൈം, പിന്നെ വരത്തില്ല അവിടുന്ന്. അങ്ങനെ ദേവൂട്ടൻ ആദ്യം തന്നെ ഓടി അതിനകത്ത് കയറിയിട്ടുണ്ട്. ദേവു അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന വണ്ടിയായിരിക്കും കേട്ടോ. ദേവു മാത്രമല്ല ഏട്ടനും ആദ്യം എടുക്കുന്ന വണ്ടിയാണ്. ഏട്ടനാണ് ഈ കൊച്ചിന് ഇങ്ങനെ ആക്കിയത്. കടയിൽ കയറി അപ്പ ആ കൊച്ചു വണ്ടി എടുക്കും. തമ്പുരുവിന് പിന്നെ അങ്ങനൊന്നുമില്ല, എന്തോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ അതപ്പം എടുക്കും. അപ്പൊ ദേവൂട്ടൻ അവിടെ നിന്ന് ഏട്ടൻ തണ്ടേ കണ്ടോ വണ്ടിയെ പിടിച്ചിട്ടുണ്ട്. ഏട്ടൻ ആ വണ്ടി ഇഷ്ടപ്പെട്ട, കൊച്ചിന് കണ്ട ബസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏട്ടൻ ഇഷ്ടപ്പെട്ടത് കൊച്ചിന്റെ തലയിൽ വെച്ച് കിട്ടും. എന്നിട്ട് പറയും കൊച്ചു പറഞ്ഞുകൊണ്ട് മേടിച്ചു. പിന്നെ ഈ പമ്പരയില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ പമ്പരം. അപ്പൊ അതേ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ നമ്മുടെ അമ്പൽപ്പാടത്ത് ഭയങ്കര ആളായിരുന്നു കേട്ടോ. അമ്പലമൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ടായിരുന്നു, എന്നാലും ആളിന് കുറവൊന്നും ഇല്ലായിരുന്നു. നല്ല ആളായിരുന്നു. നമ്മൾ പിന്നെ ഇറങ്ങിയില്ല, വെയിലായത് കാരണം പണിക്കില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നല്ല ആളുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയാണ് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ അപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് വേഗം തന്നെ പായസം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോയി. എനിക്ക് പായസം ഉണ്ടാക്കൽ മാത്രം ബാക്കി അമ്മ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അമ്മ പപ്പടം കാച്ചി അവിയൽ വെച്ചു, പായസമൊക്കെ അല്ല പരിപ്പൊക്കെ വെച്ചു. എനിക്ക് പായസ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പായസം വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി കുറച്ചു നേരം അത്തപ്പൂന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മള് ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ ഞാനും അമ്മയും കൂടെ നിരത്തി വെച്ചിട്ട് അവരെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും ഏട്ടനൊക്കെ കുറച്ചു നേരം ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ സദ്യവട്ടങ്ങളെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് നമ്മൾ തറയില് പായിട്ട് നമ്മള് എല്ലാം ഒരുക്കി എടുക്കുന്നുണ്ടായിരുന്നു. തോരൻ, പരിപ്പ്, അവിയല്, അച്ചാർ, പിന്നെ ഇഞ്ചി അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പപ്പടം, പായസം, അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ ഒത്തിരി എല്ലാം ഇത്തിരി ഉള്ളു കേട്ടോ. എല്ലാ ഐറ്റംസും കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇല ഇട്ടിട്ടുണ്ട്. അമ്മ അതിന്റെ ഇല്ലാത്ത സ്ഥലത്തൂടെ പോകണം കേട്ടോ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാരണം നമ്മൾ സെറ്റ് കുറെ പുറകിലോട്ട് നീക്കിയിട്ടിട്ട് ഇടണമെന്നാണ് കരുതിയത്. പക്ഷെ അവര് പെട്ടെന്ന് വന്ന് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് വലിക്കാനും നേരം കിട്ടിയില്ല. ഉള്ള ചെറിയ ഇടയായിപ്പോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ സൈഡിലോട്ട് ഇരിക്കാനേ ഇടയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേണ്ട അമ്മ കറിയും ചോറും ഒക്കെ വിളമ്പാണ്. അപ്പൊ അച്ഛൻ പിള്ളേർക്ക് വാരി കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോരുള്ള. അപ്പൊ പിള്ളേര് കഴിച്ചില്ല. അങ്ങനെ അച്ഛൻ താണ്ടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ താണ്ടെ ഓരോ കറി വീതം ഇങ്ങനെ വിളമ്പി വെച്ചേക്കാണ്. ഞങ്ങളുടെ ഇല താണ്ടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്റെ അമ്മയുടെ. ഈ പ്രാവശ്യം ചേട്ടനും ചേച്ചിയൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരും കൂടെ ഉണ്ടാവുന്നതാണ്. അവർ ഈ പ്രാവശ്യം അവിടെ തന്നെ ഓണം കൂടിയിട്ടുണ്ട്. അപ്പൊ അതേ പിള്ളേരും അച്ഛനും എല്ലാരും കൂടെ ഓണസദ്യയൊക്കെ കഴിച്ചു. ഇതാ എന്റെ ഇലതായിരിക്കുന്നു, ഞാനും വന്നിരുന്നു, ഓണസദ്യയൊക്കെ കഴിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ പിള്ളേര് എല്ലാരും എഴുന്നേറ്റ് കഴിച്ചിട്ടും പിള്ളേർ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. പിള്ളേർ അത് വല്ലപോലെ ആക്കിയിട്ടല്ലേ എഴുന്നേക്കത്തുള്ളൂ. പിന്നെ ദേവൂട്ടനാണെങ്കിൽ രാവിലത്തെ ഡ്രസ്സ് പോലും മാറാതെ ഇരുന്നാ കഴിച്ചത്. അപ്പൊ എനിക്കാണെങ്കിൽ ആ ഇലയിൽ തന്നെ പായസം കുടിക്കണം നിർബന്ധം ഉള്ളതുകൊണ്ട് അതിൽ തന്നെ പായസമൊക്കെ കുടിച്ചു. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാരും പോയി ഉറങ്ങാൻ കിടന്നു. പിന്നെ ഞാനും അമ്മയും പാത്രം എല്ലാം കഴുകി മാറ്റി അടുക്കള എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പോയി കിടന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.